മലയാളിയായ ഒരു കൊലയാളിയായ നഴ്സിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ. നിമിഷപ്രിയ എന്ന നഴ്സിനെ വധത്തിൽ നിന്നും രക്ഷിക്കാനുള്ള ഇടപെടൽ നമ്മുടെ ആദരണീയനായ കാന്തപുരം ഉസ്താദ് നടത്തുകയും അങ്ങനെ അവരുടെ വധശിക്ഷ മാറ്റിവെക്കുകയും നീട്ടിവെക്കുകയൊക്കെ ചെയ്ത ഒരു ചർച്ചയുടെ ലോകത്തായിരുന്നു കഴിഞ്ഞ ആഴ്ച. അല്ലാഹു തആല നമുക്ക് എല്ലാവിധമായ ഇസ്സത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ പലരുമൊക്കെ ചോദിക്കാറുണ്ട്, ഉസ്താദേ, ഒരു കൊലയാളിക്ക് വേണ്ടി ഇങ്ങനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സ്വഭാവം അത് വിട്ടുവീഴ്ചയാണ്. നമുക്കറിയാം, യമനിലെ തലാൽ എന്ന് പറയപ്പെടുന്ന നിമിഷപ്രിയ കൊലപ്പെടുത്തിയ യുവാവ്, ആ യുവാവിനെ കൊന്നിട്ട് 100 പീസാക്കിയിട്ട് വാട്ടർ ടാങ്കിന്റെ അകത്ത് നിക്ഷേപിച്ചു എന്നാണ് വാർത്ത. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവന്റെ ഹൃദയം അത് ഉൾക്കൊള്ളാൻ കഴിയില്ല, ഉൾക്കൊള്ളാൻ തയ്യാറാകില്ല. അത്രയ്ക്ക് ക്രൂരമായ ഒരു പ്രവൃത്തിയാണ്. അത് ഏത് സാഹചര്യത്തിലാണ് നിമിഷപ്രിയ അത് ചെയ്തത് എന്നുള്ളത് മറ്റൊരു ഭാഗം. ഏതായാലും ഒരു കൊല നടത്തുക എന്നുള്ളതും ആ കൊലയ്ക്ക് വേണ്ടി, കൊലപ്രതിക്ക് വേണ്ടി നിൽക്കുകയും അല്ലെങ്കിൽ അവളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് ഇസ്ലാമികപരമാണോ എന്ന ചോദ്യം പലരുമൊക്കെ ചോദിക്കാറുണ്ട്. കാന്തപുരം ഉസ്താദ് നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെട്ടപ്പോ പലരുമൊക്കെ ചോദിക്കാറുണ്ട്, പ്രിയപ്പെട്ടവര്, എന്തിനാ കൊലയാളിയല്ലേ അങ്ങ് പുട്ടേ പോരെ, അവൾക്ക് മരിക്കേണ്ടവളല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ലോകത്ത് വിളങ്ങി നിന്നത് ഇസ്ലാമിക സംസ്കാരമാണ്. ശൈഖുന കാന്തപുരം ഉസ്താദ് ഇവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ, അത് ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ, യമനിലെ സൂഫി പണ്ഡിതനുമായി ചർച്ച നടത്തിയിട്ട് അവിടുത്തെ ഭരണകൂടത്തിന്റെ സ്വാധീനത്തോടുകൂടി ആ കൊല മാറ്റിവെക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ട്, വധശിക്ഷ മാറ്റിവെക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം ലോകത്തിന് ഇസ്സത്താണ്, അത് മുസ്ലിം സമൂഹത്തിന് ഇസ്സത്താണ്. എന്ന് മാത്രമല്ല, ഒരു പണ്ഡിത അല്ലെങ്കിൽ പണ്ഡിതന്മാർക്കിടയിൽ, എന്ന് നമുക്കറിയാം, വർത്തമാന കാലഘട്ടത്തിൽ പണ്ഡിതന്മാരെ താറടിച്ച് കാണിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ ഒരു വിളക്കിനെ പോലെ പ്രശോഭിച്ചു നിൽക്കുന്ന ഒരു പ്രവർത്തനമായിരുന്നു കാന്തപുരം ഉസ്താദ് നടത്തിയിട്ടുള്ളത്. വിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കാരവും ഇസ്ലാമിന്റെ ഏറ്റവും മഹോന്നതമായ പാണ്ഡിത്യവും ഒക്കെ ഇവിടെ നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു തആല കാര്യങ്ങൾ പഠിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു തആലയ്ക്ക് ഏറ്റവും അല്ലാഹുവിന്റെ അടുക്കൽ പൊറുക്കപ്പെടാത്തൊരു പാപമുണ്ട്. അല്ലാഹുവിന്റെ അടുക്കൽ പൊറുക്കപ്പെടാത്തൊരു പാപമുണ്ട്, അത് ശിർക്കാണ്. നമുക്കറിയാം, ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനുമായി ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു പാപമുണ്ട്, അത് കൊലയാണ്. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ പാപം അത് ശിർക്കാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനുമായുള്ള പാപങ്ങൾ വെച്ച് ഏറ്റവും വലിയ പാപം ഒരു കൊലയാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, കുല്ലു ദംബിൻ അസല്ലാഹു അയ്യഗ്ഫിറഹു, ഏതൊരു പാപവും അല്ലാഹു തആല പുറത്തു തന്നേക്കാം, ഏതൊരു പാപവും അല്ലാഹു തആല പുറത്തു തന്നേക്കാം. ഇല്ലർ റജുലു യമൂതു കാഫിറാ, ഒരു മനുഷ്യൻ കാഫിറായിട്ട്, അവിശ്വാസിയായിട്ട് മരിച്ചു പോകുന്നതൊഴികെ എന്ന് പറഞ്ഞാൽ ശിർക്ക് ചെയ്യുന്നതൊഴികെ, ആ ശിർക്കിന് അല്ലാഹു തആല പുറത്തു കൊടുക്കില്ല. ആ ശിർക്ക് ഒഴികെയുള്ള മുഴുവൻ പാപങ്ങളും അല്ലാഹു തആല പുറത്തു തന്നേക്കാം, അവന്റെ കരുണയുണ്ടെങ്കിൽ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, രണ്ടാമത് പറയുന്നു, അബിർ റജുലു യുഖ്തലു മുഅ്മിനൻ മുതഅമ്മിദാ, മനഃപൂർവ്വം ഒരു മുഅ്മിനായ മനുഷ്യനെ കൊന്നൊടുക്കി, ഒരു മുഅ്മിനായ മനുഷ്യനെ കൊല്ലുന്നത് ഏറ്റവും വലിയ പാപമാണ്. ആ പാപത്തിനും അല്ലാഹു തആല പരിഹാരം നൽകുന്നില്ല, ആ പാപത്തിനും അല്ലാഹു തആല പൊറുക്കൽ നൽകുന്നില്ല എന്ന് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. 2 കാര്യങ്ങളാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. ബാക്കി എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു തന്നേക്കാം. ഒന്ന്, കാഫിറായി മരിച്ചു പോകുന്നത്. 2, മനഃപൂർവ്വം ഒരു മുഅ്മിനായ മനുഷ്യനെ കൊല്ലുന്നത്. അത് അല്ലാഹു തആലയുടെ അടുക്കൽ പൊറുക്കപ്പെടാത്ത പാപമാണ്. അതിന് സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചത്, ഒരു വാക്കുകൊണ്ട് പോലും കൊല നടത്തുന്നതിന് സഹായിക്കാൻ പാടില്ല, ഒരു മനുഷ്യനെ കൊല്ലാൻ പാടില്ല. മുഅ്മിനായ ഒരു മനുഷ്യനെ കൊല്ലുക എന്നുള്ളത്, ആ കൊല്ലുന്നതിനെ സഹായിക്കുക എന്നുള്ളത്, അല്ലെ? കൊലയാളിയെ വാഹനത്തിൽ കയറ്റി കൊല നടത്താൻ വേണ്ടി കൊണ്ടുപോയാൽ മതി, വേറൊന്നും ചെയ്തില്ല. അവന്റെ ബൈക്കിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി 100 രൂപ കൊടുത്താൽ മതി, അത് ആ കൊല്ലുന്നതിനെ സഹായിക്കലാണ്.
അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, മൻ ആലാ ഖത്ലി മുഅ്മിനിൻ, മുഅ്മിനായ ഒരു മനുഷ്യനെ കൊല്ലുന്നതിന് വേണ്ടി സഹായിക്കുക, ബിശത്രി കലിമ, ഒരു വാചകത്തിന്റെ പകുതി കൊണ്ടെങ്കിലും, ഒരല്പം വാചകം അല്ലെങ്കിൽ ഒരു വാക്ക് കൊണ്ടെങ്കിലും, വാക്കിന്റെ അല്പഭാഗം കൊണ്ടെങ്കിലും റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സഹായിച്ചിട്ടുണ്ട് എങ്കിൽ ലഖിയല്ലാഹ അസ്സ വജല്ല മക്തൂബൻ ബൈന ഐനൈഹി ആയിസും മിർ റഹ്മത്തില്ലാഹ്. നാളെ മഹ്ശറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ രണ്ട് കണ്ണുകൾക്കിടയിലും അല്ലാഹു തആല രേഖപ്പെടുത്തും ആയിസും മിർ റഹ്മത്തില്ലാഹ്. മുഅ്മിനായ മനുഷ്യനെ കൊന്നതിന്റെ പേരിൽ അവന്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ അല്ലാഹു തആല അവൻ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ വിദൂരമായ മനുഷ്യനാണ് എന്ന് രേഖപ്പെടുത്തുമെന്ന് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. വമൻ യഖ്തുൽ മുഅ്മിന, വിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുകയാണ്, വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദാ, മനപൂർവ്വം ഒരു മനുഷ്യനെ, മുഅ്മിനായ മനുഷ്യൻ ഒരാൾ കൊന്നു കഴിഞ്ഞാൽ ഫജസാഉഹു ജഹന്നമു ഖാലിദാ, അവൻ 5 രീതിയിലുള്ള ശിക്ഷകളാണ് അല്ലാഹു തആല നൽകുന്നത്. വിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ജഹന്നമു ഖാലിദാ, അവൻ നിത്യവാസിയായി ജഹന്നം എന്ന നരകത്തിലായിരിക്കും. ഫീഹാ, ആ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നു, ഫജസാഉഹു ജഹന്നമു ഖാലിദൻ ഫീഹാ, ആ നരകത്തിൽ അവൻ ശാശ്വതമായി കഴിഞ്ഞുകൂടുക തന്നെ ചെയ്യാം. വഗളിബല്ലാഹു അലൈഹി, രണ്ടാമത് അല്ലാഹുവിന്റെ ശിക്ഷ, അവന്റെ കോപം, അല്ലാഹുവിന്റെ കോപം അവനുണ്ടാകും. വലഅനഹു, അല്ലാഹുവിന്റെ ശാപം അവനുണ്ടാകും. വഅദ്ദലഹു അദാബൻ അദീമാ, ഏറ്റവും ഭീമാകാരമായ ശിക്ഷ, വേദനാജനകമായ ശിക്ഷ കൊണ്ട് അല്ലാഹു തആല അവന് ശിക്ഷ നൽകുമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഒരു മുഅ്മിനായ മനുഷ്യനെ കൊന്നാൽ, അപ്പോ തലാൽ എന്ന് പറയപ്പെടുന്ന യമനി പൗരൻ ആരായിരുന്നു? ഒരു മുസ്ലിം. കൊന്നതോ നിമിഷപ്രിയ എന്നറിയപ്പെടുന്ന ഒരു നഴ്സാണ്. കൊല്ലലിന്റെ കാരണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. എങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും പവിത്രമായ ശരീരത്തിനെയാണ് വധിച്ചു കളഞ്ഞത്. ഇസ്ലാം എന്താ പറയുന്നത് ഇവിടെ? അപ്പൊ ഇത്രയ്ക്കും ഭീകരമായ അല്ലെങ്കിൽ ഇത്രയ്ക്കും ഭയാനകരമായ ഒരു അവസ്ഥ ഉണ്ടായിട്ട് പോലും ആ നിമിഷപ്രിയെ രക്ഷിക്കാൻ വേണ്ടി മുസ്ലിം സമൂഹം ഒന്നായി നിന്നല്ലോ. ഇത് വേണമായിരുന്നോ എന്നാണ് ചോദ്യം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന യമൻ പ്രദേശം, യമനിലെ സൻആ എന്ന പ്രദേശത്താണ് സംഭവം നടക്കുന്നത്. ഒരു പെണ്ണ് ഒരു കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. ആ പെണ്ണ് എങ്ങനെയുള്ള പെണ്ണാണെന്നറിയോ? തന്റെ ഭർത്താവ് നാട് വിട്ടു പോയ ഒരു പെണ്ണാണ്. ആ പെണ്ണിന് 5-6 കാമുകന്മാരുണ്ട്. ആ പെണ്ണിന്റെ കുഞ്ഞിനെയാണ് ആ പെണ്ണും ഈ കാമുകന്മാരും കൂടി ചേർന്ന് കൊന്നത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലയുടെ ഭരണകാലഘട്ടം. വിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കാരവും സംസ്കൃതിയും പഠിക്കുമ്പോൾ വായിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന നിമിഷപ്രിയയുടെ കാര്യത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന അതേ യമൻ, ആ യമനിൽ 7 പേര് ചേർന്നിട്ട് ഒരു കുഞ്ഞിനെ കൊന്നു. ആ പെണ്ണും കാമുകന്മാരും കൂടി ചേർന്ന്. എന്താ കുഞ്ഞിനെ കൊല്ലാനുള്ള കാരണം? തന്റെ ഇംഗിതങ്ങൾക്ക് ഈ കുഞ്ഞ് തടസ്സം നിൽക്കുന്നു എന്നറിഞ്ഞപ്പോ ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞാൽ പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമായല്ലോ എന്ന് അവർ ചിന്തിച്ചു. ആ കുഞ്ഞിനെ കൊന്നു എന്ന് നിമിഷപ്രിയ 100 പീസാക്കിയിട്ട് വാട്ടർ ടാങ്കിന്റെ അകത്ത്, സഞ്ചിയിലും പ്ലാസ്റ്റിക് കവറിലും ഒക്കെ ആയിട്ട്, പിന്നെ വാട്ടർ ടാങ്കിന്റെ അകത്ത് പിന്നെ ബോഡിയെ കൊണ്ട് നിക്ഷേപിച്ചു, പീസാക്കി. കാലഘട്ടത്തിൽ ആ കുഞ്ഞിനെ കൊന്നിട്ട് പീസാക്കി കഷ്ണമാക്കിയതിനു ശേഷം തുണിസഞ്ചിയിൽ പൊതിഞ്ഞിട്ട് അവർ കൊണ്ടുപോയി കുഞ്ഞിനെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി നിക്ഷേപിച്ചു. ഒരു പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടുപോയി നിക്ഷേപിച്ചു. അവസാനം ആ കിണറ്റിൽ നിന്ന് ഈച്ചകൾ ഉയർന്നു വരാൻ തുടങ്ങി. 2-3 ദിവസം കഴിഞ്ഞപ്പോ ദുർഗന്ധം വമിക്കാൻ തുടങ്ങി. നിമിഷപ്രിയയുടെ വിഷയത്തിലും നിമിഷപ്രിയ കൊന്ന ആ തലാലിന്റെ ബോഡിയും അങ്ങനെ തന്നെയായിരുന്നല്ലോ, ദുർഗന്ധം വമിക്കാൻ തുടങ്ങി. ഈച്ചകൾ കടന്നു വരാൻ തുടങ്ങി. അന്വേഷിച്ചു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ അവസാനം കൊലയാളികളെ പിടിച്ചു. സ്വന്തം മാതാവും കാമുകന്മാരും കൂടിയാണ് കുഞ്ഞിനെ കൊന്നത്. വിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കാരം അനുസരിച്ച് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഇസ്ലാമിന്റെ ഖിസാസിന്റെ നടപടികൾ, ആ നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് ചരിത്രങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നു. ആ സൻആയിലെ, യമൻ പ്രദേശത്തെ സൻആയിലെ
ആ 7 കൊലയാളികളെയും ഖിസാസ് നടപ്പിലാക്കി കൊന്നുകളഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും മഹത്തായ സംസ്കാരം എന്താണ് എന്ന് നാം പഠിക്കേണ്ടതുണ്ട്. കൊലയ്ക്ക് വേണ്ടി നാം കൊലയ്ക്ക് ഇട്ടുകൊടുക്കുകയാണോ, അതല്ല കൊല നടത്താതിരിക്കുകയാണോ വേണ്ടത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊന്ന് മനസ്സിലാക്കണം. മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അഫ്ളലുൽ അഖ്ലാഖി അൽ മുഅ്മിനി അൽ അഫൂ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും ഉന്നതമായ അവന്റെ സ്വഭാവ സംസ്കരണങ്ങളിൽ ഏറ്റവും മെച്ചപ്പെട്ടത് അത് വിട്ടുവീഴ്ചയാണെന്ന് മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുന്നു. ഒരു മുഅ്മിനായ മനുഷ്യന്റെ മുഖമുദ്ര, ഒരു മുഅ്മിനായ മനുഷ്യന്റെ അവന്റെ ഏറ്റവും ഉന്നതമായ സ്വഭാവ ഗുണം അത് വിട്ടുവീഴ്ചയാണ്. മഹാനായ അഹ്നഫ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കപ്പെട്ടു, മൽ ഇൻസാനിയ, എന്താണ് മഹാനവറുകളെ മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോകുന്ന, പറ്റിപ്പോകുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ മനുഷ്യത്വത്തിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് മനുഷ്യത്വം എന്ന് ചോദിച്ചപ്പോ മഹാനായ അഹ്നഫ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അത്തവാലു ഇൻദ റിഫഅ, നിനക്ക് ഉയർച്ചയുണ്ടാകുമ്പോ നിനക്ക് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങളും അനുഗ്രഹത്തിന്റെ സംവിധാനങ്ങളും അല്ലാഹു തആല നിനക്ക് നൽകുമ്പോ ആ സമയത്തും നീ വലിയ സമ്പന്നനാണ്, വലിയ കുടുംബ മഹിമയുള്ള മനുഷ്യനാണ്, ഏറ്റവും ടോപ്പിൽ ജീവിക്കുന്ന മനുഷ്യനാണ്, ഏറ്റവും ഉന്നതമായ കാറിൽ സഞ്ചരിക്കുന്ന മനുഷ്യനാണ് എന്നൊക്കെയുള്ള സവിശേഷമായ ഗുണങ്ങൾ നിനക്ക് കിട്ടുമ്പോഴും ആ കിട്ടുന്നതിനോടൊപ്പം തന്നെ അത്തവാലു, നീ വിനയമുള്ള മനുഷ്യനായി മാറുക എന്നുള്ളതാണ് ഒരു മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ ഉന്നതമായ സ്വഭാവ ഗുണമെന്ന്, മാനുഷിക ഗുണമെന്ന് മഹാനായ അഹ്നഫ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വൽ അഫൂ ഇൻദൽ ഖുദ്റത്തി, വൽ അഫൂ ഇൻദൽ ഖുദ്റത്തി, ഒരു മാനുഷികമായ ഏറ്റവും ഉന്നതമായ ഗുണം എന്ന് പറയുന്നത് വൽ അഫൂ ഇൻദൽ ഖുദ്റത്തി, ഒരു മനുഷ്യന് നീ മാപ്പ് ചെയ്തു കൊടുക്കലാണ് എന്ന് പറഞ്ഞാൽ മഅൽ ഖുദ്റത്തി, നിനക്ക് ആ മനുഷ്യനെ പ്രതിരോധിക്കാനും ആ മനുഷ്യനെ അടിച്ച് തകർക്കുവാനും ആ മനുഷ്യനെ കൊലപ്പെടുത്താനും ഏതൊക്കെ രീതിയിൽ തകർക്കുവാനും നിനക്ക് ശക്തമായ സംവിധാനങ്ങൾ നിന്റെ മുന്നിലുണ്ടപ്പോൾ പോലും, അല്ലെങ്കിൽ നിനക്ക് സാധ്യമാകുന്ന സമയത്ത് പോലും ആ മനുഷ്യന് നീ മാപ്പ് നൽകലാണ് ഏറ്റവും ഉന്നതമായ സ്വഭാവ മാനുഷിക ഗുണമെന്ന് മഹാനായ അഹ്നഫ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വൽ അതാഉ ബിഗൈരി മിന്ന, ഒരു പ്രതീക്ഷയുമില്ലാതെ ഞാൻ നൽകിയതാണെന്ന് ചിന്തിക്കാതെ, അല്ലെങ്കിൽ അത് ഞാൻ നൽകപ്പെട്ടു എന്ന ചിന്ത പോലും വരാതെ ഒരു മനുഷ്യന് നീ നൽകുക, കൊടുത്തതിനെ എടുത്തു പറയാതെ കൃത്യമായി അത് അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി നീ നിർവഹിക്കുന്ന കർമ്മമായി തീരുക, ഇതൊരു മാനുഷിക ഗുണമായ ഏറ്റവും ഉന്നതമായ മാനുഷിക ഗുണമാണ് എന്ന് മഹാനവറുകൾ പറഞ്ഞു കൊടുത്തു. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഏറ്റവും ഉത്തമമായ സ്വഭാവ ഗുണം അത് വിട്ടുവീഴ്ചയാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെയും സ്വഹാബത്തിനെയും കരിച്ചു കളയാൻ പുറപ്പെട്ടവർ, ശത്രു സമൂഹം, വെള്ളത്തിൽ മുക്കി കൊല്ലാൻ വേണ്ടി ശ്രമിച്ചവർ, അതുപോലെ നാട്ടിൽ നിന്നും കുടിയിറക്കി നാട്ടിൽ നിന്നും പാലായനം ചെയ്യാൻ വേണ്ടി ഓടിച്ചു വിട്ടവർ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരോടൊക്കെ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ സമീപനം എങ്ങനെയായിരുന്നു? ശത്രുക്കളോട് പോലും ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ, ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിന്റെ ഉദാഹരണമായിരുന്നു അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പ്രവാചകന്മാർ മുഴുവനും അങ്ങനെ തന്നെയായിരുന്നു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാം, ചെറുപ്രായത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ട് നിക്ഷേപിച്ചു. സഹോദരങ്ങളെല്ലാം കൂടി പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ട് നിക്ഷേപിച്ചു. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊലപ്പെടുത്താൻ അവസാനം അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം, അല്ലാഹുവിന്റെ വിധിയെന്നോണം രാജാതിരാജനായ അല്ലാഹു തആല രാജാധികാരം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കരങ്ങളിലേക്ക് കൊടുത്തപ്പോ അവസാനം യൂസുഫ് നബി അലൈഹി സ്വലാം രാജാവായി ഭരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ മുന്നിലേക്ക് അന്ന് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിരുന്ന പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടിട്ട സഹോദരന്മാരെല്ലാം തന്റെ മുന്നിൽ പ്രജകളായിട്ടും വന്നിട്ട് കുമ്പിട്ട് കുനിഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സഹോദരന്മാരോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇനി നിങ്ങൾക്ക് പ്രതികാരമില്ല, ഇനി നിങ്ങൾക്ക് പ്രതികാരമില്ല. അല്ലാഹു തആല യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ.
അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തരും. അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തരട്ടെ. അല്ലാഹു തആല കരുണ ചെയ്യുന്നവനാണ്. കരുണ ചെയ്യുന്നവനിൽ ഏറ്റവും ഉന്നതമായി കരുണ ചെയ്യുന്നവനാണ് അല്ലാഹു. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് പ്രതികാര നടപടിയില്ല എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സഹോദരങ്ങളോട് പറഞ്ഞു കൊടുത്ത പാഠം, അത് പ്രവാചകന്മാരുടെ പാഠമാണ്, വിട്ടുവീഴ്ചയുടെ പാഠമാണ് സഹോദരങ്ങളെ. ഇവിടെയാണ് വിശുദ്ധമായ ഇസ്ലാം. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിമിത്തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദുഃഖമുണ്ടായ ഒരു സന്ദർഭമുണ്ടായിരുന്നു. തന്റെ പിതൃവ്യനായ സയ്യിദുൽ ഉമ്മ എന്നറിയപ്പെടുന്ന മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ ഉഹദ് യുദ്ധം, ആ ഉഹദ് യുദ്ധത്തിൽ ശത്രു സമൂഹം കൊന്നു. എങ്ങനെയാ കൊന്നത്? ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ കരൾ പോലും പറിച്ചെടുത്ത് ചവച്ചു തുപ്പിയ ശത്രു സമൂഹം. ഈ സമൂഹത്തിന്റെ മുന്നിൽ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപഥം ചെയ്തു, വല്ലാഹി ലഅംസലന്ന ബി70 മിൻഹും. ആ പ്രവർത്തനം കണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. സ്വഹാബത്തിനോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സ്വഹാബ, അല്ലാഹു ആണ് സത്യം, അവരിൽപ്പെട്ട 70 പേരെ ഇതേ പ്രവർത്തനം ചെയ്തിട്ട് ഞാൻ നശിപ്പിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പ്രഖ്യാപനം നടത്തിയപ്പോ നസലുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളെ തിരുത്തി പറഞ്ഞു. എന്താ തിരുത്തി കൊടുത്തു? എന്താ തിരുത്തല്? നാം ഒന്ന് മനസ്സിലാക്കണം. വിട്ടുവീഴ്ചയുടെ മഹാപാഠം പരിശുദ്ധമായ ഇസ്ലാം നൽകിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് ബിഹാദിഹിൽ ആയ, പരിശുദ്ധമായ ആയത്തിറക്കിക്കൊണ്ട് നസലുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ മഅറൂഫ് വഅ്മുർ ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ. നബിയേ, യാ റസൂലുള്ളാഹ്, ഖുദിൽ അഫ്വ, അങ്ങ് മാപ്പിനെ വിട്ടുവീഴ്ചയെ അങ്ങ് പിടിക്കണം നബിയേ. അങ്ങ് നന്മ പ്രവർത്തിക്കണം നബിയേ. അറിവില്ലാത്തവരുമായി അങ്ങ് അകലം പാലിക്കണം നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് അങ്ങ് മാറി നിൽക്കണം നബിയേ. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് പറഞ്ഞപ്പോ, മഹാദായ ജിബ്രീൽ, എന്താണ് ജിബ്രീൽ, എനിക്ക് മനസ്സിലായില്ല. റസൂലുള്ളാഹി തങ്ങൾ ജിബ്രീലിനോട് പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല റസൂലേ, എനിക്ക് മനസ്സിലായില്ല ജിബ്രീലേ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ജിബ്രീലിനോട് പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ലാ അദ്രി, എനിക്കും അറിയില്ല, അല്ലാഹു തആല അങ്ങയോട് പറയാൻ എന്നോട് കൽപ്പിച്ചു. 3 പ്രാവശ്യം റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു. 3 പ്രാവശ്യം റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചപ്പോ നസലുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, ഇന്നല്ലാഹ യഅ്മുറുക അൻ തഅഫു അമ്മൻ ളലമക, അങ്ങയോട് അക്രമം പ്രവർത്തിച്ചവർക്ക് അങ്ങ് മാപ്പ് നൽകണം നബിയേ. അതാണ് അല്ലാഹു തആല പറഞ്ഞത്. വതസ്ലു മൻ ഖതഅക, അങ്ങയോട് ബന്ധം മുറിച്ചവരെ അങ്ങ് ബന്ധം ചേർക്കണം നബിയേ. വയുഅതി മൻ ഹറമക, അങ്ങക്ക് നൽകാത്തവർക്കും അങ്ങ് നൽകണം റസൂലേ. ഇതാണ് അല്ലാഹു തആല പറഞ്ഞത്. അല്ലാഹു തആല പറഞ്ഞു, അങ്ങയോട് ശത്രുത വെച്ചവർ, അങ്ങയെ ആക്രമിച്ചവർ, അവരോട് അവർക്ക് അങ്ങ് മാപ്പ് കൊടുക്കണം യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എപ്പോഴാ ഏറ്റവും കഠിനമായ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന സന്ദർഭം? ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ ശത്രു സമൂഹം കൊന്നു എന്ന് മാത്രമല്ല, വല്ലാതെയുള്ള കൊല്ലലാ നടത്തിയത്. കരൾ പോലും പറിച്ചെടുത്ത് ചവച്ചു തുപ്പി. ആ ഒരു വേദന റസൂലുള്ളാഹി തങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഒരു സന്ദർഭം വന്നപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അവരിൽപ്പെട്ട 70 പേരെ ഞാൻ ഇതേപോലെ കൊല്ലും, ഇതേപോലെ അവരോട് ഞാൻ പ്രവർത്തിക്കും. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ശപഥം ചെയ്തപ്പോഴാണ്, സത്യം ചെയ്തപ്പോഴാണ് നസലുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് സാന്ത്വനത്തിന്റെ വർത്തമാനം പറഞ്ഞു കൊടുത്തത് റസൂലിനോട്.